ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ഈ കഥ നടക്കുന്നത് 2050-ലാണ്. നമ്മുടെ കഥയിലെ ഹീറോയായ ഗ്രേക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റും. ആക്സിഡൻറ്റിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവൻ്റെ ശരീരത്തിലേക്ക് ഒരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കഥയിലേക്ക് പോയാലോ? ഹീറോയായ ഗ്രേ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അവൻ തൻ്റെ കാറിലെ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സിസ്റ്റം എല്ലാം മാറ്റി അത് വീണ്ടും മാനുവലാക്കി മാറ്റുകയാണ്. ഗ്രേക്ക് ഓട്ടോമാറ്റിക് കാറുകളോടോ AI സിസ്റ്റത്തോടോ വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല. എന്നാൽ ഗ്രേയുടെ വൈഫ് ആശ AIയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഓഫീസ് കഴിഞ്ഞ് ഗ്രേയുടെ വൈഫ് ആശ തൻ്റെ ഓട്ടോമാറ്റിക് കാറിൽ വീട്ടിലേക്ക് വരികയാണ്. അന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. കണ്ട ഉടനെ തന്നെ ഒരു കിസ്സൊക്കെ അടിച്ച ശേഷം ആശ വീട്ടിനകത്തേക്ക് വരും. ആശ വീണ്ടും തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും പിറകിലൂടെ ഗ്രേ വന്ന്, ഇന്ന് ഞാൻ നിനക്കൊരു സർപ്രൈസ് തരുന്നുണ്ട് ഹണി എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കും. അതിനുശേഷം ആ സർപ്രൈസ് ഉള്ള സ്ഥലത്തേക്ക് ഗ്രേ അവളെയും കൂട്ടിക്കൊണ്ട് പോകുകയാണ്. സർപ്രൈസ് ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴും ആശയെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ആശയുടെ AI കാറും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഗ്രേ ആശയെയും കൂട്ടിക്കൊണ്ട് പോയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ AI സയൻറ്റിസ്റ്റ് ഈറോണിൻ്റെ അടുത്തേക്കാണ്. ഗ്രേയുടെ ഫ്രണ്ടായിരുന്നു ഈറോൺ. എന്നാൽ ഈറോണിനെ കാണുമ്പോൾ തന്നെ ആശ എക്സൈറ്റഡ് ആകും. അപ്പോഴേക്കും ഈറോൺ അവരോട് താൻ പുതുതായി കണ്ടുപിടിച്ച ഒരു ചിപ്പിനെ കുറിച്ച് പറയും. ലോകത്തുള്ള എന്തിനേയും മാറ്റാൻ കഴിവുള്ള ഒരു പവർഫുൾ ചിപ്പാണിതെന്ന് ഈറോൺ അവരോട് പറയും. ഇത് കാണുമ്പോൾ തന്നെ ആശ എക്സൈറ്റഡ് ആകും. അങ്ങനെ കുറച്ചുനേരം ഈറോണിനോട് സംസാരിച്ച ശേഷം അവരവിടെ നിന്ന് തിരികെ അവർ ആശയുടെ AI കാറിലാണ് വീട്ടിലേക്ക് പോകുന്നത്. ആശ ഈറോണിനോട് പറയും, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് തരുമെന്ന്. അങ്ങനെ അവർ സംസാരിച്ച് റൊമാൻറ്റിക് ആകും. അവർ ആ കാറിലിരുന്ന് തന്നെ കിസ്സൊക്കെ ചെയ്യും. അങ്ങനെ അവർ ലവ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രേ ശ്രദ്ധിക്കുന്നത് തങ്ങളുടെ AI കാറിന് വഴി തെറ്റി അത് വളരെയധികം സ്പീഡിൽ എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അവരുടെ കാറിനെ ആരോ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. കാറിനെ അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും പെട്ടെന്ന് ആ വണ്ടി ആക്സിഡൻ്റ് ആവുകയാണ്. അധികം ആരുമില്ലാത്ത ഒരു റോഡിലാണ് ആ കാർ ആക്സിഡൻ്റ് ആയി കിടക്കുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു ഗ്രൂപ്പ് വരും. അവർ വന്ന ഉടനെ തന്നെ ഗ്രേയും വൈഫിനെയും പുറത്തേക്ക് വലിച്ചിട്ട് ഉപദ്രവിക്കാനായി നോക്കും. ഈ ക്രൈം എല്ലാം തന്നെ അവിടുത്തെ പോലീസിൻ്റെ ഡ്രോൺസ് കൃത്യമായി തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വന്ന ഗുണ്ടകളുടെ കൂട്ടത്തിലെ നേതാവായ ഫിസ്ക് എന്ന പേരുള്ള ഒരുത്തൻ ഗ്രേയുടെ വൈഫ് ആശയോട് പറയും, നീ എന്തിനാണ് ഈ AI സിസ്റ്റമൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ച് ഗ്രേയുടെ മുന്നിലിട്ട് തന്നെ അവർ അവളെ കൊല്ലും. ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഡ്രോൺസ് പോലീസിനെ ഇൻഫോം കൊടുത്ത് പോലീസ് അങ്ങോട്ടേക്കൊക്കെ എത്തുമ്പോഴേക്കും ലേറ്റായി പോയിരുന്നു. ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ഗ്രേക്ക് എണീച്ച് നടക്കാനോ ഒന്നിനും തന്നെ കഴിയില്ല. അവൻ പാരലൈസ്ഡ് ആയി പോയിരുന്നു. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷം അവനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഗ്രേയുടെ വീട്ടിൽ അവന് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള എല്ലാ സിസ്റ്റവും തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് കുളിക്കാനും ആഹാരം പ്രിപ്പയർ ചെയ്യാനും എല്ലാം AI സിസ്റ്റം തന്നെയായിരുന്നു നോക്കിയിരുന്നത്. എന്നാൽ വീട്ടിൽ ഇത്രയും സിസ്റ്റമെല്ലാം ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവൻ്റെ അമ്മ സദാസമയം അവനെയും പരിചരിച്ച് അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ്റെ അമ്മ പറയും, മോനെ ആശയെ കൊന്നവരെ കണ്ടുപിടിക്കണ്ടേ, അതുകൊണ്ട് നമുക്ക് നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണമെന്നും പറഞ്ഞ് അവനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. സ്റ്റേഷനിലെത്തുമ്പോൾ കമ്മീഷണറായ ലേഡി അവനോട് പറയും, ആശയെ കൊന്നവരെ സഹായിക്കാൻ നിങ്ങളുടെയും ഹെൽപ്പ് വേണമെന്ന്. അപ്പോൾ പറയും, ഇത്രയും AI സിസ്റ്റമൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഇതുവരെ അവരെ കണ്ടെത്താനായില്ലേ? ഈ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഞാൻ വേണമോ നിങ്ങൾക്ക് പ്രതിയെ കണ്ടുപിടിക്കാനെന്നും പറഞ്ഞ് അവൻ അവരോട് ദേഷ്യപ്പെടും. അവിടെ നിന്ന് വീട്ടിലേക്കെത്തിയ ഗ്രേക്ക് ആശ തന്നോടൊപ്പം ഇല്ല എന്നത് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. ആശയില്ലാതെ അവന് ജീവിക്കാൻ തന്നെ കഴിയുമായിരുന്നില്ല. അങ്ങനെ അവൻ അന്ന് രാത്രി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഗ്രേ രക്ഷപ്പെടും. ഗ്രേയെ കാണാനായി അവൻ്റെ കൂട്ടുകാരനായ സയൻറ്റിസ്റ്റ് ഈറോൺ അങ്ങോട്ടേക്ക് വരും. ഈറോൺ അവനോട് പറയും, നീ വിഷമിക്കണ്ട, നിന്റെ ഭാര്യ പോയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നീയും ഭാര്യയും വീട്ടിൽ വന്നപ്പോൾ അന്ന് ഞാനൊരു AI ചിപ്പ് കാണിച്ചില്ലേ, ആ സ്റ്റെം AI നിന്റെ നട്ടലിൽ ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ കഴിയും. പക്ഷേ ഇത് ഞാനും നീയും മാത്രം അറിയുന്ന ഒരു സീക്രട്ട് ആയിരിക്കണമെന്ന് പറയും. അങ്ങനെ ആരും അറിയാതെ ഈറോൺ തൻ്റെ മറ്റ് അസിസ്റ്റൻറ്റിനെയും കൂട്ടി ഗ്രേയുടെ തലയ്ക്കു പിറകിൽ ആ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യുകയാണ്. അങ്ങനെ സർജറി കഴിഞ്ഞ് 8 മണിക്കൂറുകൾക്ക് ശേഷം ഗ്രേക്ക് ബോധം വരുമ്പോൾ ഈറോൺ അവനോട് പറയും, ഇനി നീ നിന്റെ കൈകളൊന്ന് അനക്കി നോക്കിയെന്ന്. ചലിക്കാനാവാത്ത അവന് എഴുന്നേറ്റ് നടക്കാനും കൈകൾ ഉയർത്താനുമൊക്കെ അനായാസം തന്നെ കഴിഞ്ഞു. ഇതിനുശേഷം ഗ്രേ പൂർണ്ണ ആരോഗ്യവാനാകുമ്പോൾ ഈറോൺ ഈ സർജറിയെപ്പറ്റി നീ ആരോടും പറയരുതെന്നും പറഞ്ഞ് അവൻ്റെ സൈൻ വാങ്ങിവെക്കും. ഗ്രേ ഇപ്പോൾ ഒരു സൂപ്പർ ഹ്യൂമനെ പോലെയാണ്. അവൻ്റെ തലയിൽ എന്ത് വിചാരിച്ചാലും അവൻ്റെ ബോഡി അതെല്ലാം തന്നെ ചെയ്തു കൊടുക്കും. അവിടെ നിന്ന് വീട്ടിലെത്തിയ അവന് ആശയുടെ കൊലപാതകികളെ കണ്ടുപിടിക്കാതെ സമാധാനമുണ്ടായിരുന്നില്ല. അവൻ പലപ്പോഴായി അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു നോക്കിയെങ്കിലും അവനൊരു തുമ്പും കണ്ടെത്താനായില്ല. ടെൻഷനായ അവൻ മദ്യം കുടിക്കാനായി ഒരുങ്ങുമ്പോഴാണ് അവൻ്റെ തലയ്ക്കുള്ളിൽ നിന്ന് ആരോ ഒരാൾ പറയും, മദ്യം കുടിക്കുന്നത് നിന്റെ ബോഡിക്ക് ഹാംഫുൾ ആണെന്ന്. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൻ്റെ ഉള്ളിൽ ഒരു AI വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. ആദ്യം അവനൊന്ന് പേടിച്ചു പോകുമെങ്കിലും അവനായ AIയെ യൂസ് ചെയ്തുകൊണ്ട് പോലീസിൻ്റെ അന്ന് ആ അപകടം നടന്നപ്പോഴുണ്ടായിരുന്ന ഡ്രോൺസ് വിഷ്വൽസ് ഹാക്ക് ചെയ്തെടുത്ത ശേഷം ആ കൊലപാതകികൾ ആരൊക്കെയാണെന്ന് അവൻ മനസ്സിലാക്കും. പിന്നെ അവൻ്റെ മനസ്സിലാകെ ആശയെ കൊന്നവരെ തിരഞ്ഞു പിടിച്ച് കൊല്ലണമെന്നുള്ള ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ ആശയെ കൊന്ന ഒരു കൂട്ടാളിയെ കണ്ടെത്തി അവൻ്റെ വീട്ടിലേക്ക് വരും.
അവൻ പോയി എന്നറിഞ്ഞ ശേഷം ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം അവൻ വീൽചെയറിൽ നിന്ന് ഇറങ്ങി അവൻ്റെ വീടിനുള്ളിലേക്ക് കയറും. താൻ ആ വീട്ടിനുള്ളിൽ കയറുന്നത് ആരും കണ്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഗ്രേ ആ വീടിനകത്തേക്ക് വരും. തന്നെയും ആശയും കൊല്ലാൻ ആരാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നതിന് തെളിവ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് അവനൊന്നും തന്നെ കിട്ടില്ല. എന്നാൽ പെട്ടെന്ന് ആ പുറത്തുപോയ കൊലയാളി വീടിനുള്ളിലേക്ക് വരും. വീടിനുള്ളിൽ വരുമ്പോൾ തന്നെ ആ കൊലയാളിക്ക് തൻ്റെ വീടിനുള്ളിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാകും. അവൻ ഉടനെ തന്നെ ഗ്രേയെ അടിച്ച് താഴേക്ക് വീഴ്ത്തും. ഗ്രേക്ക് ഒന്നും തന്നെ ചെയ്യാനാവില്ല. അവൻ്റെ അടികൊണ്ട് മരിക്കുന്നതിലും നല്ലത് തൻ്റെ ശരീരത്തിലുള്ള എയോട് തൻ്റെ ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കാൻ ഗ്രേ പറയും. ഗ്രേയുടെ ശരീരത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുത്ത എയ്ക്ക് ആ കൊലയാളി ഗ്രേയെ കൊല്ലാനാണ് ഒരുങ്ങുന്നതെന്ന് മനസ്സിലായി ഗ്രേയെ കൊണ്ട് തന്നെ ആ കൊലയാളിയെ ബ്രൂട്ടലായി കൊല്ലും. തൻ്റെ ഉള്ളിലുള്ള തന്നെ കൊണ്ട് ഒരു കൊലപാതകം ചെയ്യിച്ചു എന്ന് ആ പാവം മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യുന്നുമെന്നറിയാതെ അയാൾ അവിടെ കുറച്ചു നേരം നിൽക്കും. പേടിച്ചു വിറച്ച ഗ്രേ തൻ്റെ ഉള്ളിലുള്ള എയോട് തന്നെ താനിനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള തെളിവ് നശിപ്പിക്കുകയാണ് വേണ്ടത്. നീ ടച്ച് ചെയ്ത എല്ലാം ഞാൻ സ്കാൻ ചെയ്ത് കാണിക്കാം, നീ അതെല്ലാം ഇല്ലാതാക്കിയാൽ മതി എന്ന് പറയും. എന്നാൽ അടുത്ത ദിവസം ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ കമ്മീഷണറെ വിളിച്ച് പറയും, ഇയാളൊരു സാധാരണ മനുഷ്യനല്ല, ഇയാളെ വെച്ച് ആരൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇയാളുടെ ഉള്ളിൽ നിന്നും കുറേ വയേഴ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് കമ്മീഷണറോട് ഡോക്ടർ പറയും. എന്നാൽ അടുത്ത ദിവസം രാവിലെ സയൻറ്റിസ്റ്റ് ഈറോൺ റേയെ വിളിച്ചിട്ട് പറയും, നീ ഇന്നലെ ആ കൊലപാതകം ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷേ ഇനി നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ നിന്റെ ഉള്ളിലെ എയെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കും. എന്നാൽ അന്ന് വൈകിട്ട് ഈ പുതിയ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷണർക്ക് റേ ഇന്നലെ അവിടെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാകും. റേയുടെ വീട്ടിലേക്ക് വരുന്ന കമ്മീഷണർ റേയോട് ചോദിക്കും, നിന്റെ ഭാര്യയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന ഒരാൾ ഇന്നലെ കൊല്ലപ്പെട്ടു, പക്ഷേ അവിടെ നിന്റെ ഈ വണ്ടിയുടെ ട്രേസും ഉണ്ടായിരുന്നു, നീ എന്തിനാണ് റേ അങ്ങോട്ട് പോയതെന്ന് ചോദിക്കും. മേഡമല്ലേ കഴിഞ്ഞ പ്രാവശ്യം എന്നെ സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് ഈ കേസ് ഞാനും കൂടി അന്വേഷിക്കണമെന്ന്, അങ്ങനെ പോയതാണെന്നും പറഞ്ഞ് റേ ഒഴിയും. എന്നാൽ അന്ന് ഈവനിങ് തൻ്റെ ഭാര്യയെ കൊന്നവനെ തേടി റേ അടുത്തുള്ള ഒരു ഡ്രഗ് ഡീലേഴ്സിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അവിടെ എത്തി അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോഴാണ് തൻ്റെ ഭാര്യയെ കൊന്നവൻ ഈ ബാറിൽ തന്നെ ഉണ്ട് എന്ന് റേക്ക് മനസ്സിലാകുന്നത്. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കണമെന്നും പറഞ്ഞ് റേ അവനെ അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ആ കൊലയാളി റേയോട് പറയും, നിന്റെ ഭാര്യയെ കൊന്നതുപോലെ നിന്നെയും ഞാൻ കൊന്നുകളയും ചട്ടുകാല, അതുകൊണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് റേ അവൻ അടിച്ച് താഴേക്കിടും. റേ ഉടനെ തന്നെ തൻ്റെ ഉള്ളിലുള്ള എയോട് ബോഡി കൺട്രോൾ ഏറ്റെടുക്കാൻ പറയും. പറഞ്ഞ ഉടനെ തന്നെ കൺട്രോൾ ഏറ്റെടുത്ത അവനെ അടിച്ച് താഴേക്കിട്ട ശേഷം എൻ്റെ ഭാര്യയെ കൊല്ലാൻ നിനക്കൊക്കെ കൊട്ടേഷൻ തന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ഫിസ്ക് ആണെന്ന് പറയും. എന്നാൽ കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന റേ ആ ബാർ ടെൻഡറിനോട് പറയും, അവൻ്റെ ബോഡി അവിടെ കിടപ്പുണ്ട്, വേണമെങ്കിൽ നീയൊക്കെ അവനെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്കാൻ. എന്നാൽ അപ്പോഴേക്കും അവൻ്റെ ഉള്ളിലുള്ള പറയും, ഇവിടെ നടന്നതെല്ലാം ആ സയൻറ്റിസ്റ്റ് ഈറോൺ അറിഞ്ഞിട്ടുണ്ട്, അവൻ ഉടനെ തന്നെ നിൻ്റെ ഉള്ളിലുള്ള എന്നെ ഷട്ട് ഡൗൺ ചെയ്യും. അതിനു മുൻപ് ഞാനൊരു ഹാക്കറിൻ്റെ പേര് പറഞ്ഞു തരാം, സയൻറ്റിസ്റ്റ് എന്നെ ഷട്ട് ഡൗൺ ആക്കുന്നതിന് മുൻപ് നീ ആ ഹാക്കറുടെ അടുത്ത് എത്തണമെന്ന് പറയും. ഉടനെ തന്നെ റേ ആ ഹാക്കറിൻ്റെ അടുത്തേക്ക് ഓടും. റേയുടെ ഉള്ളിലുള്ള തന്നെ ആ ഹാക്കറിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് അവന് പറഞ്ഞു കൊടുക്കും. അത് തൻ്റെ സ്വന്തം കയ്യിൽ റേ എഴുതിയെടുക്കും. സയൻറ്റിസ്റ്റ് ഈറോൺ ഇതേ സമയം റേയുടെ ബോഡിയിലുള്ള ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റേയുടെ കൈയും കാലുമൊക്കെ ചലിക്കുന്നത് നിൽക്കാൻ തുടങ്ങും. എന്നാൽ തൻ്റെ കൂട്ടാളി മരിച്ചതറിഞ്ഞ് ഫിസ്ക് ആ ബാറിലേക്ക് വരും. എന്നിട്ട് അവൻ്റെ കണ്ണ് സ്കാൻ ചെയ്ത് അവിടെ എന്താണ് നടന്നതെന്ന് ഫിസ്ക് മനസ്സിലാക്കും. ഫിസ്ക് ഉടനെ തന്നെ റേ അന്വേഷിച്ചിറങ്ങും. എന്നാൽ റേ എങ്ങനെയെങ്കിലും ആ ഹാക്കറിൻ്റെ അടുത്ത് ഓടിയെത്തുമ്പോഴേക്കും സയൻറ്റിസ്റ്റ് റേയുടെ ബോഡിയെല്ലാം ഷട്ട് ഡൗൺ ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴേക്കും തൻ്റെ വീടിന് പുറത്തു വരുന്ന ആ ഹാക്കറിന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം എടുത്തു കൊടുത്തിട്ട് റേ പറയും, എൻ്റെ ഉള്ളിലുള്ള നീ എങ്ങനെയെങ്കിലും ഹാക്ക് ചെയ്ത് സ്വതന്ത്രമാക്കി തരണമെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും ഫിസ്ക് പുറത്തേക്ക് വന്ന് ആ ബാറിലുണ്ടായിരുന്ന ബാർടെൻഡറിനോട് പറയും, എൻ്റെ കൂട്ടുകാരൻ മരിച്ചു കിടന്നപ്പോൾ നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അയാൾ ഉടനെ തന്നെ ഫിസ്കിനെ കൊല്ലാനായി ഗണ്ണെടുക്കുമ്പോഴേക്കും ഫിസ്കിൻ്റെ വായിൽ നിന്ന് എന്തോ ഒന്ന് അയാളുടെ ഉള്ളിലേക്ക് പോയി അയാളും സ്പോട്ടിൽ തന്നെ മരിക്കും. ഫിസ്കും റേയെ പോലെ ഒരു മോഡിഫൈഡ് മനുഷ്യനായിരുന്നു. അതേസമയം ആ ഹാക്കർ റേയുടെ ഉള്ളിലുള്ള ഫ്രീ ആക്കാനായി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനായി തുടങ്ങിയിരുന്നു. അങ്ങനെ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഫിസ്കും കൂട്ടാളിയും റേ ഉണ്ടായിരുന്ന സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് വരും. ഇതേ സമയം പേടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഹാക്കർ ഓടി എങ്ങോട്ടേക്ക് പോകും. ഒടുവിൽ ഫിസ്ക് റേ ഉള്ള സ്ഥലത്തേക്കെത്തും. തൻ്റെ കയ്യിൽ ഘടിപ്പിച്ചിട്ടുള്ള മിഷൻ ഗണ്ണിനകത്ത് ബുള്ളറ്റ് സെറ്റ് ചെയ്ത് റേയെ കൊല്ലാനായി ഒരുങ്ങുമ്പോഴേക്കും റേയുടെ ഉള്ളിലുള്ള ആക്റ്റീവ് ആകും. റേ ഫിസ്കിൻ്റെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് ദൂരേക്ക് ഓടി രക്ഷപ്പെടും. എന്നാലും ഫിസ്ക് വിടാൻ കൂട്ടാക്കിയില്ല. ഫിസ്ക് റേയുടെ പിന്നാലെ തന്നെ വരും. പക്ഷേ ഫിസ്കിൻ്റെ കൂട്ടാളിയെ കിട്ടുന്ന റേ അവനെ അവിടെ വെച്ച് തന്നെ തട്ടിക്കളയും. എന്നാൽ അപ്പോഴേക്കും ഫിസ്ക് അങ്ങോട്ടേക്ക് വരും. പക്ഷേ എങ്ങനെയോ ഫിസ്കിൻ്റെ കയ്യിൽ നിന്ന് റേ രക്ഷപ്പെട്ട് അവിടെ നിന്ന് തിരികെ തൻ്റെ വീട്ടിലേക്ക് തന്നെ വരും. എന്നാൽ റേ വീട്ടിലേക്ക് നടന്നു വരുന്നത് കണ്ട് റേയുടെ അമ്മ അവനോട് ചോദിക്കും, മോനെ നിനക്ക് നടക്കാൻ കഴിയുമോ എന്ന്. എന്നാൽ അപ്പോഴാണ് റേ തൻ്റെ അമ്മയോട് പറയുന്നത്, തൻ്റെ കൂട്ടുകാരനായ സയൻറ്റിസ്റ്റാണ് തന്നെ ഇതിന് ഹെൽപ്പ് ചെയ്തത്, പക്ഷേ ഇതെനിക്ക് ആരോടും പറയാൻ കഴിയില്ല, എൻ്റെ എക്സ്പെരിമെൻറ്റിൽ പാർട്ടാവാമെന്ന് ഞാനൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും. പക്ഷേ തൻ്റെ മകൻ നടക്കുന്നത് കാണുമ്പോൾ ആ അമ്മയ്ക്കും സന്തോഷമാകും. പക്ഷേ നീ ഇപ്പോൾ എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം റേ തൻ്റെ അമ്മയ്ക്ക് നൽകില്ല.
എന്നാൽ അപ്പോഴേക്കും സയൻറ്റിസ്റ്റ് ഈറോണിന് മനസ്സിലാകും ഇനി ഒരിക്കലും റേയുടെ ഉള്ളിലുള്ള സ്റ്റെം എഐയെ തനിക്ക് ഹാക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന്. എന്നാൽ അന്ന് രാത്രി റേ അന്വേഷിച്ച് കമ്മീഷണർ റേയുടെ വീട്ടിലേക്ക് വരും. എന്നിട്ട് റേയോട് പറയും, നിന്റെ ഭാര്യയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരുത്തൻ കൂടി മരിച്ചു, പക്ഷേ അവിടെ നിന്ന് നിന്റെ വീൽ ചെയർ കിട്ടി, അതെങ്ങനെയാണ് അവിടെ വന്നതെന്ന്. റേ അവരോട് പറയും, മേഡമല്ലേ പറഞ്ഞത് എൻ്റെ ഭാര്യയെ പറ്റി അന്വേഷിച്ചിറങ്ങാൻ, അങ്ങനെ ഞാൻ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോയതാണ്, പക്ഷേ അവിടെ കൊലപാതകം നടന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും. എന്നാൽ കമ്മീഷണർ പോയ ശേഷം അവൻ്റെ ഉള്ളിലുള്ള സ്റ്റെം എഐ അവനോട് പറയും, നീ എത്രയും വേഗം ഫിസ്കിനെ കണ്ടെത്തി കൊല്ലണം, അവൻ നിന്നെ അന്വേഷിച്ച് വരുന്നതിന് മുൻപ് നീ അവനെ അവൻ്റെ മാളത്തിൽ പോയി കൊല്ലുന്നതാണ് ബെറ്റർ എന്ന് എഐ റേയോട് തന്നെ പറയും. എന്നാൽ ഇതെല്ലാം തന്നെ കാണുകയായിരുന്ന റേയുടെ അമ്മയ്ക്ക് ഇവൻ എന്തോ അപകടത്തിൽ പോയി പെടാൻ പോവുകയാണ് എന്ന് മനസ്സിലാകും. എന്നാൽ ഇതേ സമയം റേയുടെ വീട്ടിന് പുറത്ത് തന്നെ ആ കമ്മീഷണർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാലുവയ്യാത്ത റേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആ കമ്മീഷണർ തൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ഞെട്ടിപ്പോകും. അവർ റേയുടെ വണ്ടിയുടെ പിറകെ തന്നെ ഫോളോ ചെയ്ത് അവൻ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാൻ അവരും അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. റേ അങ്ങനെ ഫിസ്കിനെ അന്വേഷിച്ച് അവൻ്റെ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് റേയുടെ ഉള്ളിലുള്ള സ്റ്റെം എ പറയും, നിന്റെ പിന്നാലെ തന്നെ കമ്മീഷണർ വരുന്നുണ്ട് എന്ന്. തൻ്റെ ബോഡിയുടെ കൺട്രോൾ എഐക്ക് കൊടുക്കും. എഐ തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു കാറിനെ ഹാക്ക് ചെയ്ത് കമ്മീഷണറുടെ കാറിന് നേരെ ആക്സിഡൻ്റ് ആക്കാൻ വേണ്ടി വീഴും. അങ്ങനെ ആ കാറ് കമ്മീഷണറുടെ കാറിലേക്ക് ഇടിച്ചു കയറി കമ്മീഷണറുടെ കാറ് ഹാക്കാവും. കമ്മീഷണർ എങ്ങനെയോ തലനാരിഴയ്ക്ക് രക്ഷപ്പെടും. കമ്മീഷണറുടെ വണ്ടി ആക്സിഡൻ്റ് ആക്കിയ ശേഷം റേ നേരെ വന്നത് ഫിസ്കിൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ആകും. അപ്പോഴേക്കും തൻ്റെ ബോഡിയുടെ ഫുൾ കൺട്രോൾ സ്റ്റെം എയ്ക്ക് കൊടുത്തിരുന്നു. എന്നാൽ ആ ഫൈറ്റിനിടയിൽ ഫിസ്ക് റേയോട് പറയും, നീയും ഞാനും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നീയും ഇറോൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമാണ്, ഞാനും ഇറോൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമാണ്. അയാളുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായാണ് അയാൾ നിൻ്റെ ഭാര്യയെ കൊന്നത്. എന്നിട്ട് നിൻ്റെ ശരീരത്തിൽ സ്റ്റെം സെൽ ഇൻസ്റ്റാൾ ചെയ്ത് നിൻ്റെ ബോഡിയെ ഒരു എക്സ്പെരിമെൻറ്റ് വസ്തു ആക്കുകയാണെന്ന് പറയും. ഇത് കേട്ട റേ ഫിസ്കിനെ അവിടെ വെച്ച് തന്നെ കൊല്ലും. എന്നാൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത റേ ഈറോണിനെ അന്വേഷിച്ച് അവൻ്റെ ലാബിലേക്ക് ചെല്ലും. നീ മനഃപൂർവ്വം നിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായി എൻ്റെ ജീവിതം തകർക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും കമ്മീഷണർ റേ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വന്നിരുന്നു. എന്നാൽ ഡേഞ്ചറസായി നിൽക്കുന്ന റേയെ കണ്ട കമ്മീഷണർ, റേ നിങ്ങൾ അടങ്ങ് അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമെന്നും പറഞ്ഞ് ഗണ്ണും എടുത്ത് റേയുടെ നേരേക്ക് വരും. എന്നാൽ റേയുടെ ഉള്ളിലുണ്ടായിരുന്ന സ്റ്റെം എ അപ്പോഴേക്കും റേയുടെ കൺട്രോൾ വിട്ട് പോയിരുന്നു. ആ സ്റ്റെം എ ആ പാവം കമ്മീഷണറിനെ കൊല്ലാനായി ഒരുങ്ങും. എന്നാൽ റേ തൻ്റെ ഉള്ളിലുള്ള എയോട് വേണ്ട വേണ്ട എന്ന് പറയുമെങ്കിലും ആ എയുടെ കൺട്രോൾ വിട്ട് ആ എ അവനെക്കൊണ്ട് തന്നെ കമ്മീഷണറിനെ കൊല്ലും. എന്നാൽ അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ഗണ്ണ് എടുത്ത ശേഷം ഈറോൺ റേയോട് പറയും, ഞാൻ ഈ സ്റ്റെം എ കണ്ടുപിടിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷേ അത് കണ്ടുപിടിച്ച ശേഷം അതിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്നും പോയി. നിൻ്റെ വൈഫിനെ അന്ന് അറ്റാക്ക് ചെയ്തതും എല്ലാം ആ സ്റ്റെം എയാണ്. ഞാൻ നിൻ്റെ ഉള്ളിൽ അത് ഇംപ്ലാന്റ് ചെയ്ത ശേഷം അതിൻ്റെ ലക്ഷ്യം എന്നെ നിൻ്റെ ശത്രുവാക്കി മാറ്റുകയായിരുന്നു. കാരണം ആ സ്റ്റെം എയെ കൺട്രോൾ ചെയ്യാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നിന്നെക്കൊണ്ട് തന്നെ ഹാക്ക് ചെയ്യിപ്പിച്ച് ഫ്രീ ആയി എന്ന് പറയും. പക്ഷേ ഇതെല്ലാം തന്നെ മനസ്സിലായെങ്കിലും റേക്ക് തൻ്റെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ബോഡിയുടെ കൺട്രോൾ ഉണ്ടായിരുന്ന ആ സ്റ്റെം എ അവനെക്കൊണ്ട് തന്നെ ആ സയൻറ്റിസ്റ്റിനെ കൊല്ലിക്കും. അങ്ങനെ റേയുടെ ഐഡൻറ്റിറ്റിയിൽ ആ സ്റ്റെം എ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു സീനോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം.